ഇംതിയാസ് തുടരൂ. ആ പെരയില്ലേ അതിന്റെ നേരെ ഫോറസ്റ്റാണ്. അവിടെ നിന്നാണ് കടുവനെ കാണുന്നത്. കണ്ടിട്ടാണ് പെട്ടെന്ന് പറയുന്നത് കടുവയെ കണ്ടു എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ കണ്ടത്. എന്റെ സുഹൃത്ത് കണ്ടിട്ട് ഓടി വന്നിട്ട് പറയുന്നു, ആ കടുവയുണ്ട്, കുട്ടികളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് വിളിച്ച് പറയും ഓടിപ്പോയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലെല്ലാവരും ഇറങ്ങി വന്നത്. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടാണ് വന്നത്. അവര് ഫോറസ്റ്റുകാർ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കാന്നല്ല ഞങ്ങളെ കൂടെ വന്നില്ല. ഞങ്ങൾ ഇത്രയും ദൂരം അടുത്തെത്തിയപ്പോ പോലീസുകാർ ലാത്തി കൊണ്ട് പോകാന്ന് പറയാം. എപ്പോഴാണ് കണ്ടത്? ഏത് സമയത്ത് അറിയിച്ചത്? ഇപ്പൊ 1 മിനിറ്റ് പോലും ആയിട്ടില്ല മനുഷ്യ. ഒരു 5 മിനിറ്റിനുള്ളിൽ കണ്ട കടുവയാണത്. 5 മിനിറ്റ് മുൻപ് മാത്രമാണ് ഇത്തരത്തിലൊരു കടുവയെ കണ്ടത്. ആ സമയത്ത് നമ്മുടെ അരുൺ സക്കറിയ ആൻഡ് ടീം ഉള്ളത് നേരത്തെ കൂട് സ്ഥാപിച്ച ആ ഭാഗത്താണ്. അവിടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഘം അങ്ങോട്ടേക്ക് പോയിരുന്നു. ആ സമയത്താണ്, കാരണം അവിടുന്ന് ഒരു 300 മീറ്റർ മാറിയിട്ടാണ്, അതായത് ബേസ് ക്യാമ്പ് ഓഫീസിന് ചുറ്റും കിടക്കുന്ന കാപ്പിത്തോട്ടം, ആ കാപ്പിത്തോട്ടത്തിന് പിന്നിലായിട്ട് കുറച്ച് വീടുകളുണ്ട്. ആ വീടിന്റെ ഭാഗത്ത് കണ്ടു എന്നാണ് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞത്. അത് ഇവിടെയുള്ള ആളുകൾ അതേ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുമുണ്ട്. കുട്ടികൾ പറഞ്ഞതുകൊണ്ട് മാറ്റി നിർത്തിയിട്ടില്ല, അതേ ഗൗരവത്തിൽ എടുത്തിട്ടുമുണ്ട്. ആ സമയത്ത് തന്നെ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നുമാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, നാട്ടുകാർ ഇവരെല്ലാം ചേർന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് കാപ്പിത്തോട്ടത്തിന് അപ്പുറത്തേക്ക് ചാടിക്കൊണ്ട് അവിടെയെല്ലാം വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധേന ഒരു പക്ഷേ കടുവയെ കാണുകയാണെങ്കിൽ, കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണെങ്കിൽ അരുൺ സക്കറിയ ആൻഡ് ടീം ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ മയക്കുവെടി വെച്ച് പിടികൂടുകയോ ആ രൂപത്തിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മനുഷ്യരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ, മനുഷ്യർ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അവിടേക്ക് കടുവ ഒരു പക്ഷേ എത്തില്ല എന്നൊക്കെ ഒരു ആശങ്ക നേരത്തെ ഉദ്യോഗസ്ഥരെല്ലാം പങ്കുവച്ചിരുന്നു. പക്ഷേ ഇത്രത്തോളം പ്രതിഷേധക്കാരും പോലീസും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ സ്ഥലത്ത്, അതായത് അത്ര ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയൊരു ദൂരം മാത്രമാണുള്ളത്. ഈ ഞാൻ പറഞ്ഞ ഈ പ്രദേശവും, അതായത് നേരത്തെ പഞ്ചാരക്കൊല്ലിയിൽ നേരത്തെ രാധയെ ആക്രമിച്ച സ്ഥലം, ആ രാധയെ ആക്രമിച്ച സ്ഥലത്തിന് ഏകദേശം 200-300 മീറ്റർ മാത്രം മാറി എന്ന് തന്നെ വേണം പറയാൻ. ഈ ആണ് പറയുന്നത്. അത് എവിടേക്ക് ഓടിപ്പോയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് കൂടുതൽ ക്യാമറകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വ്യക്തത വരുത്തുകയും വേണമെന്ന് ഉച്ച സമയത്ത് ഇവിടെയുള്ള DFOയോട് സംസാരിച്ച സമയത്ത് റഡാർ പരിധിയിൽ നിന്ന് കടുവയെ കാണാനില്ല എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. രാവിലെ പറഞ്ഞത് ഇന്നലെ രാത്രിയോടുകൂടി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് DFOയോട് സംസാരിച്ച സമയത്ത് കടുവയുടെ സാന്നിധ്യമില്ല, റഡാർ പരിധിയിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നു. അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും വലിയ പരിശോധന നടക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, നാട്ടുകാർ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നു. ഏതു വിധേനയും കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ മയക്കുവെടി വെച്ചേക്കാം, ആ രൂപത്തിൽ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യും. നേരം ഇരുട്ടി തുടങ്ങി, കാരണം 6 മണി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടായി മാറുകയും ചെയ്യും. എത്രത്തോളം അതായത് ഈ കടുവയെ കണ്ടെത്തി വെടിവെക്കുക എന്ന കാര്യമൊക്കെ ദുഷ്കരമായി മാറുമോ എന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇറങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന സമീപത്ത് തുടരുകയാണ്. അക്ഷയ.